ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന റീഡിംഗ് നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള പ്രശ്നങ്ങൾ മാറൂ എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് റീഡിങ്ങിലോട്ട് പോവാം. ഓക്കെ അതായത് നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളെക്കാളും കൂടുതൽ അധികരിച്ച് നിൽക്കുന്നത് മറ്റുള്ള ആളുകളുടെ പേര് പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങളാണ്. മറ്റുള്ള സിറ്റുവേഷൻസിനെ പറ്റിയോ പുറമെയുള്ള ആളുകളെ പറ്റിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള ഏതെങ്കിലും വ്യക്തികളെ പറ്റിയോ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ ഒരുപാട് വഴക്കും അടിയും കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ കാണിക്കുന്നുണ്ട്. കാരണം നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ മെയിൻ ഉണ്ടാകാൻ കാരണങ്ങൾ ഇതായിട്ട് കാണിക്കുന്നുണ്ട്. അതൊന്ന്. പിന്നെ രണ്ടാമത്തെ കാര്യം, നിങ്ങൾ പല കാര്യങ്ങളും ചൂണ്ടിക്കാണിച്ചു കൊടുക്കും അല്ലെങ്കിൽ പല കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുമെന്നുണ്ടെങ്കിലും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയുന്നത് അത് നിങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന നിങ്ങൾ കാണുന്ന കണ്ണിന്റെ കുഴപ്പമാണ്, നിങ്ങൾ സംസാരിക്കുന്ന നാവിന്റെ കുഴപ്പമാണ്, നിങ്ങളുടെ കുഴപ്പമാണ് അങ്ങനെയൊക്കെ കാണുന്നത്. ശരിക്കും അത് അങ്ങനെയൊന്നും അല്ല, അതിങ്ങനെയാണ് എന്നുള്ള രീതിയിൽ ഇങ്ങനെ എന്താ പറയാ, അതൊക്കെ ഇങ്ങനെ ഈ കരിപുരണ്ട കാര്യങ്ങളൊക്കെ പൗഡറൊക്കെ ഇട്ട് ഇങ്ങനെ വെളുപ്പിക്കാൻ നോക്കും. അത് ചിലപ്പോൾ പല സിറ്റുവേഷൻസിനെ ആയിരിക്കാം, അല്ലെങ്കിൽ പല വ്യക്തികളെയും ആയിരിക്കാം. നിങ്ങളിങ്ങനെ അതല്ല ഇങ്ങനെയാണ്, ഇങ്ങനെയുള്ള വ്യക്തികളുടെ എൻട്രൻസോ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസോ നിങ്ങളത് ഏറ്റെടുക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളുടെ റിലേഷൻഷിപ്പിൽ കൊണ്ടുവരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും എന്ന് നിങ്ങൾ തുടരെ പറയുന്നുണ്ട്. അതിനെപ്പറ്റി ഒരുപാട് വഴക്കുണ്ടായിട്ടുണ്ട്, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്, വിഷമിച്ചിട്ടുണ്ട്, സങ്കടം വന്നിട്ടുണ്ട്. പക്ഷേ അതൊന്നും അല്ല. ആദ്യം പൗഡറൊക്കെ ഇട്ട് ഇങ്ങനെ വെളുപ്പിക്കാൻ നോക്കും. അത് കഴിഞ്ഞിട്ട് നിങ്ങളത് വീണ്ടും വിശ്വസിക്കുന്നില്ല, നിങ്ങൾ വീണ്ടും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളോട് ദേഷ്യപ്പെടും. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കണ്ണിന്റെ കുഴപ്പം, നിങ്ങൾ കേൾക്കുന്നതിന്റെ കുഴപ്പം, പിന്നെ ടോട്ടലി നിങ്ങൾ കുഴപ്പക്കാരാണെന്നുള്ള രീതിയിലൊക്കെ നിങ്ങളോട് ചുമ്മാ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയൊക്കെയാണ് ഇവിടെ കാണിക്കുന്നത്. അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. കാരണം ഈ വ്യക്തിക്ക് എല്ലാം അറിയാം. ഈ വ്യക്തിക്ക് ഈ ലോകത്ത് നടക്കുന്ന എന്തിനെ കുറിച്ചും അറിയാം. ഈ ലോകത്ത് ഇപ്പൊ എന്ത് നടക്കുന്നു, അതില് എന്തെല്ലാം കാര്യങ്ങളുണ്ട്, അങ്ങനെയൊക്കെ അറിയാം എന്നുള്ളൊരു മിഥ്യാധാരണയിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ്. മിഥ്യാധാരണയില്. കാരണം ശരിക്കും ആരാണ് എന്താണെന്ന് മച്ചമ്പി മനസ്സിലാക്കാതെയാണ് പല കാര്യങ്ങളും ജീവിതത്തിലോട്ട് ക്ഷണിച്ചു കൊണ്ടുവരുന്നത്. എന്നിട്ട് അതിൽ കൂടി പണി മേടിക്കുവാണെന്നുള്ളൊരു തിരിച്ചറിവോ കാര്യങ്ങളോ ഒന്നും മച്ചമ്പിക്കില്ല. പക്ഷെ എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. ഈ ലോകത്തിന്റെ കീഴിലുള്ള എല്ലാം എനിക്കറിയാം. എന്നെ ആർക്കും പറ്റിക്കാൻ പറ്റത്തില്ല. ഞാൻ ഇന്ന കാര്യങ്ങളൊക്കെ എനിക്ക് വളരെയധികം ഞാൻ അറിയാവുന്ന, മറ്റേ ഈ കുബേർ കുഞ്ചി എന്നൊക്കെ പറയണ പോലെ എല്ലാം എനിക്കറിയാവുന്ന പോലെ ഒരു ജ്ഞാനത്തിന്റെ കുഞ്ചകമാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു അറിവിന്റെ നിറകുടമാണ്. ആ അറിവ് ഇങ്ങനെ തുളുമ്പിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്.
കാരണം നിങ്ങൾക്ക് ഒന്നും അറിയില്ല. നിങ്ങളുടെ കണ്ണിന്റെ കുഴപ്പം കൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ കണ്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കേട്ടിട്ടൊക്കെ വന്ന് ഇങ്ങനെയൊക്കെ എന്നോട് സംസാരിക്കുവാണ് എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. കാരണം നിങ്ങൾക്ക് ഇതുകൊണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇവരെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും, എന്ത് ചെയ്യും, ഇവർക്കൊരു തിരിച്ചറിവ് എങ്ങനെ, ഒരു വെളിച്ചം എന്താണ്, ആരാണ് എന്നുള്ള കാര്യങ്ങൾ എങ്ങനെ മനസ്സിലാക്കി കൊടുക്കുമെന്ന് നിങ്ങൾ ഒരു എത്തും പിടുത്തവും കിട്ടാതെ നിങ്ങൾ അലയുന്ന ഒരു സിറ്റുവേഷൻ. അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ ദൈവമേ, എനിക്ക് ഇതൊക്കെ പറഞ്ഞും കേട്ടും ചെയ്തൊക്കെ മതിയായി, ഇനി എന്താണ് ഇതിൻ്റെ അകത്തുള്ള ഒരു കാര്യം. കാരണം നിങ്ങൾക്കറിയാം ആക്ച്വലി ഈ റിലേഷൻഷിപ്പിൽ ഇവര് ഇവരുടെ സിറ്റുവേഷനിൽ ഇവരെ ആരൊക്കെ ചതിക്കാൻ പോകുന്നുണ്ട്, അല്ലെങ്കിൽ ഇവര് എവിടെയൊക്കെ നിന്നാൽ എന്തൊക്കെ സംഭവിക്കും, എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടാവുമെന്നൊക്കെ നിങ്ങൾക്കറിയാം. ഇവരുടെ കൂടെ കൂടുന്ന ആളുകൾ എന്തൊക്കെ പ്രതീക്ഷിച്ചായിരിക്കും കൂടുന്നത്, എല്ലാം A to Z നിങ്ങൾക്കറിയാം. പക്ഷെ അത് നിങ്ങൾ പറയുന്നുണ്ടെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും അത് ഇവർ അംഗീകരിക്കാത്തതാണ് നിങ്ങൾക്ക് വരുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ടും മാനസിക സമ്മർദ്ദം കൂടുതലും. കാരണം നിങ്ങൾ ടോട്ടലി വിചാരിക്കുവാണ്, അയ്യോ എന്നെ അംഗീകരിക്കുന്നില്ലല്ലോ, അങ്ങനെയൊക്കെയുള്ള പരിപാടികളൊക്കെ നിങ്ങൾ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം നിങ്ങളുടെ രണ്ടുപേരുടെയും ബാലൻസ് ജീവിതത്തിന്റെ പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ആ വ്യക്തിക്ക് പ്രത്യേകിച്ച് ഒന്നും മനസ്സിലാവുന്നില്ല. ആ വ്യക്തി ഇങ്ങനെ ഒരു എന്താ പറയാ, ഒരു ഒഴുക്കിന്റെ കൂടെ ഇങ്ങനെ അവിടെ പോവുക എന്നുള്ള രീതിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അത് എന്തായി തീരുമെന്ന് ചിന്തിക്കുന്നില്ല. ഒരു ഡയറക്ഷൻ ലോസ് ആണ് അവിടെ കാണിക്കുന്നത്. ഇത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ മറ്റുള്ള പരിപാടികള്, മറ്റുള്ള വ്യക്തികള് ഇതിൻ്റെ അകത്ത് കുളം കലക്കാതെ വന്നിരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 95% പ്രശ്നം ഈ റിലേഷൻഷിപ്പിൽ നിന്ന് തന്നെ പോകും. ഒരു 95% പ്രശ്നങ്ങൾ പോകും. കാരണം പക്ഷെ അത് നിങ്ങളുടെ വ്യക്തി അംഗീകരിക്കണം. നിങ്ങളുടെ വ്യക്തി A to Z മാറാനുണ്ട്. അതാണ് ഇതിൻ്റെ അകത്തുള്ള ഏറ്റവും വലിയ കാരണം. ഇപ്പൊ നിങ്ങൾക്ക് തിരിച്ചറിവ്, നിങ്ങൾ പല കാര്യങ്ങളും മനസ്സിലാക്കുന്നുണ്ട്, എന്തൊക്കെയാണ് കാര്യങ്ങളെന്നൊക്കെ. അതുപോലെ നിങ്ങളുടെ വ്യക്തി മനസ്സിലാക്കണം. അതിന് ഒരു പെട്ടെന്നുള്ള ഒരു തിരിച്ചറിവിൽ കൂടി ഇത് മനസ്സിലാവില്ല. ഇപ്പൊ നമ്മളിപ്പോ ഒരു വ്യക്തിനെ വേദനിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതേ വേദന തിരിച്ചു വരുമ്പോഴായിരിക്കും അതെന്തായിരുന്നു ആ വ്യക്തി വേദനിച്ചതെന്ന് മനസ്സിലാവുള്ളൂ. അപ്പൊ അതവിടെ എന്ത് നടക്കും? അവിടെ യൂണിവേഴ്സിൻ്റെതായിട്ടുള്ള ഒരു പരിപാടി നടക്കും. അല്ലാതെ ഇവിടെ ഈ വ്യക്തി മനസ്സിലാക്കത്തില്ല. കാരണം യൂണിവേഴ്സായിട്ട് തന്നെ പല കാര്യങ്ങളും മനസ്സിലാക്കി കൊടുക്കാൻ പോകുന്ന ഒരു സിറ്റുവേഷനാണ് ഇവിടെ കാണിക്കുന്നത്. അങ്ങനെയുള്ള ഒരു കാര്യം കാണിക്കുന്നുണ്ട്. കാരണം ആക്ച്വലി എനിക്ക് തോന്നുന്നു നിങ്ങളാണ് ഈ വ്യക്തിയുടെ ഒരു വെളിച്ചം, ഒരു ഐശ്വര്യം. അല്ലാന്നുണ്ടെങ്കിൽ അവര് വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പുറംതിരിഞ്ഞ് നടന്നു പോവില്ല. ഞാനാ പറയുന്നത്. നിങ്ങൾ പോവില്ല. നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു മനസ്സുണ്ടാവില്ല. നിങ്ങളെ എത്ര ദ്രോഹിച്ചവരാണെങ്കിലും എത്ര ഇതാക്കിയവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ ഒന്ന് താങ്ങും. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അത് നിങ്ങൾ ചെയ്തും കൊടുക്കും. 100% ചെയ്തു കൊടുക്കും. പക്ഷെ ആ ഒരു പരിപാടി മനസ്സിലാക്കിയിട്ടില്ല. എന്തൊക്കെ നിങ്ങളോട് എത്ര മോശം ബിഹേവ് ചെയ്താലും, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രയോറിറ്റി തരാതിരുന്നാലും, നിങ്ങളോട് എത്ര മാനസിക അകൽച്ച കാണിച്ചു കഴിഞ്ഞാലും, നിങ്ങൾ ഇവർക്ക് ഒരു പരിപാടി വന്നു കഴിഞ്ഞാൽ, ഒരു തളർച്ച വന്നാൽ, അല്ലെങ്കിൽ ഇവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സൊന്ന് ബുദ്ധിമുട്ടും. അല്ലാന്നുണ്ടെങ്കിൽ മനസ്സൊന്ന് ഒരു ബുദ്ധിമുട്ടിൽ അല്ലെങ്കിൽ ഒരു ഡിപ്രഷൻ സ്റ്റേജിലോട്ട് പോകും. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ താങ്ങും തണലാകും എന്നുള്ള ഒരു ചിന്ത ഒന്നും ഇല്ലാതെ അങ്ങനെയൊന്നുമല്ല എന്നുള്ള രീതിയിൽ ഇവര് എന്ത് വിശ്വസിക്കുന്നു അതേ നടക്കൂ. ഇവരുടെ ഫ്യൂച്ചറിലും അതേ നടക്കൂ, ഇവരുടെ പ്രസന്റിലും അതേ നടക്കൂ എന്നുള്ള രീതിയിൽ ഒരു മിഥ്യാധാരണയോടുകൂടി മുന്നോട്ട് പോകുന്ന ഒരു മച്ചമ്പി. അതാണ് ഇവിടെ കാണിക്കുന്നത്. കാരണം ഇവിടെ യൂണിവേഴ്സിൻ്റെതായിട്ടുള്ള ഒരു താങ്ങൊക്കെ നിങ്ങൾക്ക് നല്ല രീതിക്ക് ഉണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ
നിങ്ങൾ ഓൾറെഡി വേറെ രീതിയിലോട്ടൊക്കെ കൈവിട്ട് പല പല സിറ്റുവേഷൻസിലോട്ടും പോയേനെ. നിങ്ങൾ പല സിറ്റുവേഷൻസിലോട്ടും പോയതാണ്, പക്ഷെ അവിടെ നിന്നൊക്കെ നിങ്ങളൊന്ന് റിക്കവർ ചെയ്ത് വന്നിട്ടുണ്ട്. ചില ആളുകൾ വരാനുണ്ട്. കാരണം അങ്ങനെയുള്ള ഒരു എനർജി ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, കാരണം ഇതിപ്പോ ഇവിടെ ഒരാളോട് പോലും പറയാൻ പറ്റാതെ വെന്തുരുകി ഉള്ളു നീറി ഒരു എന്താ പറയാ, സ്വയം ഉരുകി തീരുന്നത് എക്സ്ട്രാ മാരിറ്റൽ അഫയർ ആയിട്ട് നിൽക്കുന്ന ആളുകളാണ്. ഓക്കെ, നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പൊ യൂണിവേഴ്സലിന്റെ ഇടപെടൽ കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ എല്ലാ പരിപാടികളും എന്താണ് എങ്ങനെയുള്ളതാണ്, എന്തൊക്കെയാണ് പരിപാടികൾ നടന്നത്, ജീവിതം എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ വ്യക്തിക്ക് ആരാണെന്നൊക്കെ കാണിച്ചൊക്കെ കൊടുക്കും. പക്ഷെ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇപ്പൊ നിങ്ങളായിട്ട് റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ന്യൂ ബിഗിനിങ്, ഒരു പുതിയൊരു തുടക്കം, പുതിയ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ബുദ്ധിമുട്ടായി നിൽക്കുന്ന ഭാഗങ്ങളെ, അതായത് ഇപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നുള്ള ആളുകളാണെങ്കിലും ആ വ്യക്തിയുടെ ജീവിതത്തിൽ നിന്നുള്ള ആളുകളാണെങ്കിലും അവരെയൊക്കെ ഒരു പരിധി വരെ ഒന്ന് അകറ്റി നിർത്താനായിട്ട് ശ്രമിക്കുക. നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഹാർഡ് വർക്കിനേക്കാളും കൂടുതൽ സ്മാർട്ട് വർക്കായിട്ട് ചെയ്യുക. കാരണം സ്നേഹത്തോടു കൂടിയാണെങ്കിൽ ആ സ്നേഹത്തോടു കൂടിയുള്ള രീതിയിൽ അതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി ഒന്ന് അകറ്റി നിർത്താൻ നോക്കുക. പിന്നെ ഉള്ളത് ബ്ലാക്ക് മാജിക് ആയിട്ടുള്ള പരിപാടികൾ, നിങ്ങൾക്കോ നിങ്ങളുടെ വ്യക്തിക്കോ ബ്ലാക്ക് മാജിക്കിൻ്റെതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊന്ന് റിമൂവ് ചെയ്യാൻ നോക്കുക. അതിനെന്താണ് പരിഹാരം എന്നൊക്കെ എന്നോട് ഇപ്പൊ കമന്റിൽ ചോദിക്കും. ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള പരിപാടികളായിരിക്കും. അതൊന്നും അറിയാതെ ഞാൻ എങ്ങനെയാണ് നോക്കാതെയൊക്കെ പരിഹാരം പറയുക. ഓക്കെ, അങ്ങനെയുള്ള ഒരു കാര്യം കാണിക്കുന്നുണ്ട്. കാരണം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ തന്നെ ചെയ്യണം. കാരണം താൻ പാതി ദൈവം പാതി എന്നാണ്. അല്ലാതെ എല്ലാം യൂണിവേഴ്സിലോട്ട് വിട്ടുകൊടുക്കുക, എല്ലാം ദൈവത്തിലോട്ട് വിട്ടുകൊടുക്കുക എന്ന് പറയുന്നത് നടക്കില്ല. അവരുടെ ഒരു സഹായം നല്ല രീതിക്ക് ഉണ്ടാവും. എന്തെല്ലാം കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് A to Z കാണിച്ചു കൊടുക്കും, അതൊക്കെ ഉണ്ടാവും. പക്ഷെ നിങ്ങൾ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തേ പറ്റുള്ളൂ. ഓക്കെ, അതൊരു മടിയും കൂടാതെ ചിലപ്പോൾ നമ്മളൊന്ന് ആദ്യമൊക്കെ ഒന്ന് തോക്കുമായിരിക്കും, രണ്ടാമതും ഒന്ന് തോക്കുമായിരിക്കും, വിഷയമില്ല. മൂന്നാമതും തോറ്റാലും കുഴപ്പമില്ല. നമ്മൾ പരിശ്രമിക്കാത്തത് കൊണ്ട് നമ്മൾക്ക് കിട്ടിയില്ല എന്നുള്ള ഒരു കുറ്റബോധം നിങ്ങളുടെ ലൈഫ് ടൈം മുഴുവൻ ഉണ്ടാവരുത്. കാരണം നിങ്ങൾ ഒരുപാട് സ്നേഹിച്ചതും നിങ്ങൾ ഒരുപാട് അറ്റാച്ച്മെന്റ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണിത്. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പരിശ്രമിച്ചില്ല, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യാത്തതുകൊണ്ട് എനിക്കൊന്നും നടന്നില്ല, എനിക്ക് ഒരു പരിപാടിയും ഉണ്ടാവുന്നില്ല, അങ്ങനെയുള്ള രീതിയിൽ ഇരിക്കരുത്. കാരണം ഇവിടെ ഒരു നല്ല രീതിക്ക് തന്നെ പുതിയ സ്റ്റാർട്ടിങ് കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷെ അത് എങ്ങനെ ഏത് രീതിയിലോട്ടൊക്കെയാണ് പോകുന്നതെന്ന് നിങ്ങൾ ഒന്ന് ഒബ്സർവ് ചെയ്യുക. അത് മസ്റ്റാണ്. കാരണം ഈ റിലേഷൻഷിപ്പിൽ നിന്ന് കൂടുതൽ അടി കിട്ടിയിരിക്കുന്നത് നിങ്ങൾക്കാണ്, വിഷമവും വേദനയും കിട്ടിയിരിക്കുന്നത് നിങ്ങൾക്കാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്യുക. നമ്മൾ ഈ വാക്കുകളെക്കാളും കൂടുതൽ പ്രവർത്തികളിലാണ് വിശ്വസിക്കേണ്ടത്. ഓക്കെ, അതൊന്ന് ചെയ്യുക. അല്ലാതെ എന്താ പറയാ, നാളെ ആകട്ടെ മറ്റന്നാളാകട്ടെ എന്നൊക്കെ പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ ഒന്നും നടക്കത്തില്ല. ഓക്കെ, അപ്പൊ ഇതാണ് ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് കണക്റ്റ് ആവുന്ന, നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും റെസണേറ്റ് ആയില്ല, ഒന്നും കണക്റ്റ് ആയില്ലെങ്കിൽ ഇത് നിങ്ങളുടെ വീഡിയോ അല്ല. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഹാവ് എ ഗുഡ് ഡേ. താങ്ക് യു.